1226 കാലഘട്ടങ്ങളിൽ ഒരു വലിയ വൾക്കാനോ വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ലാവ ഒഴുകി വന്ന് നിന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇതിൽ 37 മുതൽ 40 വരെ ഡിഗ്രി ചൂടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് ഒരു 7 ഡിഗ്രി 8 ഡിഗ്രി അന്തരീക്ഷോഷ്മാവിൽ നിന്ന് നമ്മൾ തണുത്ത് നിൽക്കുമ്പോൾ ഈ 37 ഡിഗ്രി ചൂടെന്ന് പറയുന്നത് ഒരു സ്വർഗമാണ്. ഈ എയർപോർട്ടിന്റെ ജസ്റ്റ് കുറച്ചൊരു ഔട്ടറിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ എയർപോർട്ടിന്റെ കാർ പാർക്കിംഗ് ഏരിയ കാണുന്നത്. ആയിരക്കണക്കിന് കാറുകളാണ്, കാറുകളുടെ ഒരു ശ്മശാനം, കാറുകളുടെ ഒരു സെമിട്രി. അപ്പൊ ഞാൻ വിചാരിച്ചത് അതൊരു വഴുതനങ്ങയുടെ എന്തോ ഒരു ശില്പമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമായിരിക്കും അത്. വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ബ്ലൂ ലഗൂണിൽ പോയാൽ നിങ്ങളെല്ലാവരുടെയും ഏജ് കുറയും, 1 വർഷം വയസ്സ് കുറയും, നിങ്ങളൊക്കെ സുന്ദരിമാരും സുന്ദരന്മാരാവും എന്നൊക്കെയാണ്. സ്വാൾബാഡിലെ അവസാനത്തെ ദിവസമാണ്. രാവിലെ 5:12, ഏതാണ്ട് 5:15 മണിയാണ്. ഇതാണ് 5:15 മണി. അങ്ങനെ സ്വാൾബാഡിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഐസ്ലാൻഡിലേക്ക് പുറപ്പെടുകയാണ്. സ്വാൾബാഡിലെ എയർപോർട്ടിലേക്ക് വന്ന് ഈ ലഗേജുകൾ സ്കാൻ ചെയ്യുന്ന സ്കാനറിലേക്ക് ഇട്ടപ്പോൾ ഒരു സ്കാനറേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്കാനറിൽ എന്തോ ഒരു പ്രോബ്ലം വന്നിട്ട് ഇവർക്ക് സ്കാനിങ് നടക്കുന്നില്ല. അങ്ങനെ ഇത് ബ്ലോക്കായി. ഈ ക്യൂ എന്ന് പറയുന്നത് ഗംഭീര ക്യൂ ആയി മാറി. സ്വാൾബാഡിൽ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ അത് അത്ര അധികം തിരക്കുള്ള ഒരു സ്ഥലമായി തോന്നിയില്ല. പക്ഷെ തിരിച്ച് ഐസ്ലാൻഡിലേക്ക് പോകുമ്പോഴാണ് സ്വാൾബാഡിൽ ഉണ്ടായിരുന്ന എല്ലാ ടൂറിസ്റ്റുകളും സ്വാൾബാഡിൽ താമസിക്കുന്ന ആൾക്കാരും ഒക്കെ ഐസ്ലാൻഡിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും പോകണം തോന്നുന്നു. അപ്പോൾ ഒരു യാത്ര ഫ്ലൈറ്റ് ഫുൾ ആൾക്കാരുണ്ട്. ആ ആൾക്കാർ മുഴുവൻ ഈ ക്യൂവിൽ സ്റ്റക്കപ്പായി. അപ്പോൾ ഈ ലോക്കൽസ് അങ്ങനെ ചെയ്യും തോന്നുന്നില്ല. ഈ ഡെൻമാർക്കിൽ നിന്നും നോർവേയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കണം. ചില സ്ത്രീകൾ ഇത്തിരി അതിവളവുള്ള ആൾക്കാർ, അവരുടെ ഫാമിലി ഉണ്ട്, പുരുഷന്മാരൊക്കെ പുറകിൽ നിന്ന് ഈ ക്യൂവിൽ നിൽക്കാണ്ട് കുറച്ചിങ്ങനെ മാറി നിൽക്കും. എന്നിട്ട് ഈ സ്ത്രീകളൊന്നും അറിയാത്ത പോലെ, നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, അപ്പോൾ അവരുടെ വെള്ളത്തൊലിയുടെ ഒരു മേൽക്കോയ്മ കാണിച്ചിട്ട് മെല്ലെ ഇങ്ങനെ വന്ന ആൾക്കാരോട് ചില ഡൗട്ട് ചോദിക്കണ പോലെയൊക്കെ നിന്നിട്ട് മെല്ലെ അവർ ആ ക്യൂവിലേക്ക് നിൽക്കും. പിന്നെ ഈ ക്യൂ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മാറി ഒന്നും അറിയാതെ പോലെ നിന്നിരുന്ന പുരുഷന്മാർ വന്നിട്ട് അവരുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് ക്യൂവിൽ പുറകിൽ പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഒരു പുതിയ സ്ത്രീ ഇതേ അടവുമായിട്ട് വന്നപ്പോൾ എനിക്കറിയുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞു നടക്കില്ല, ഞാൻ ഇത് കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ ആൾക്കാർ തന്നെ, നിങ്ങളൊരു വലിയ ടീം മാറി നിന്നിട്ട് ഇതൊരു ബാക്കിയുള്ള ആളുകളെ ഫോളാക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴേക്കും ബെന്നിയൊക്കെ വന്നിട്ട് പറഞ്ഞു ഒന്നും പറയണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ കയറ്റാണ്ട് എന്തെങ്കിലും പോവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല, അതിലൊരു മര്യാദ കേടുണ്ടല്ലോ, ബാക്കി എല്ലാ ആളുകളും മണ്ടന്മാരാക്കുന്നൊരു മര്യാദ കേടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ ആ നിൽപ്പ് അവരും നമ്മളൊക്കെ നിൽക്കേണ്ടി വന്നു. കാരണം ഇത് ലഗേജുകൾ ബ്ലോക്കായി. പിന്നെ അവിടെ സ്ത്രീകളും അവിടെ വർക്ക് ചെയ്യുന്ന കുറേ പുരുഷന്മാരും സ്ത്രീകളും യൂണിഫോം ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് അത് ഒരു കണക്കിന് ശരിയാക്കി. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ ഈ എയർപോർട്ടിൻ്റെ അകത്തേക്ക് വെയിറ്റിംഗ് സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ഷോപ്പിൽ അവർ കുറേ ഈ സ്വാൾബാഡിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള, സ്വാൾബാഡിന് എഴുതിയിട്ടൊക്കെയുള്ള ചില ടീഷർട്ട്സും തൊപ്പികളൊക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു ടീഷർട്ട് എടുത്തു. ഞാനും നൗഷാദും ഓരോ ടീഷർട്ട്സ് മേടിച്ചു. ഉണ്ണി വേറെന്തോ ഒരു കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഐസ്ലാൻഡ് എയറിൻ്റെ വിമാനത്തിൽ കയറി. ആ സ്വാൾബാഡിനോട് വിട ചെല്ലുന്നതിൻ്റെ എയർപോർട്ടിൻ്റെയൊക്കെ വിമാനത്തിലേക്ക് കയറുന്ന വഴിയിലുള്ള വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ വിമാനത്തിൽ കയറി. ഐസ്ലാൻഡിലേക്ക് ഏതാണ്ട് 1.5 മണിക്കൂറോ മറ്റോ യാത്രയേ ഉള്ളൂ. ഐസ്ലാൻഡിൽ പോയി ഇറങ്ങി. ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റലിൻ്റെ പേര് റേക്ജവിക് എന്നാണ്. റേക്ജവിക്, അത് വേറെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. റേക്ജവിക് എന്നും നമ്മൾ റേക്ജവിക് എന്നാണ് പറയുന്നത്. പക്ഷെ അവർ വേറെ എന്തോ തരത്തിലാണ് എന്നൊരു പ്രൊനൗൺസ് ചെയ്യില്ല. റേക്യവിക് അങ്ങനെ എന്തോ ആണ്. റേക്യവിക്കിലേക്ക് പോയി ഇറങ്ങി
ആ എയർപോർട്ട് ഭയങ്കര സുന്ദരമാണ്. സ്വാൽബാർഡ് പോലെയല്ല, ഇതൊരു വലിയ എയർപോർട്ടാണ്. ശരിക്കും നമ്മളിപ്പോൾ പ്രധാന നഗരങ്ങളിലേക്കൊക്കെ ചെന്നിറങ്ങുന്ന എയർപോർട്ട് പോലെ ഉള്ളിൽ ഭയങ്കര ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. ഒരു ആർട്ട് ലവേഴ്സാണെന്ന് തോന്നുന്നു. ഈ എയർപോർട്ടിൽ കുറേ ചിത്രങ്ങളും കൊളാഷ് പോലെയുള്ള പെയിൻറ്റിങ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ഐസ്ലാൻഡ് എന്നൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗുഡ് ടു സീ യു എന്നൊക്കെ ഈ യാത്രക്കാരെ കാണുന്ന സ്ഥലത്ത് താഴോട്ട് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗുഡ് ടു സീ യു. അത് വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു, അവരുടെ ഭാഷയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടന്ന് നമ്മളെ കാത്തിരിക്കുന്ന ബസ്സിലേക്ക് കയറി ലഗേജൊക്കെ കയറ്റിയിട്ട് നമ്മൾ കയറി. ഈ ബസ് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഐസ്ലാൻഡിൻ്റെ റെക്ജവിക്കിലുള്ള ഈ എയർപോർട്ടിൻ്റെ ഒക്കെ ഒരു ഭംഗി. അതിനെന്തോ ഒന്നിൻ്റെ ഷേപ്പാണ്, നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഒരു വലിയ ഐസ്ബർഗ് ഒക്കെ കിടക്കുന്നത് പോലെ തോന്നുന്ന, മഞ്ഞ് ഈ സ്നോ വീഴുന്ന സമയത്ത് ഇത് സ്നോയിൽ മൂടിക്കിടക്കുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു ഐസ്ബർഗ് പോലെ തോന്നിക്കും എന്ന് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ഷേപ്പ്. അവിടുന്ന് ഞങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ എയർപോർട്ടിൻ്റെ ജസ്റ്റ് കുറച്ചൊരു ഔട്ടറിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ എയർപോർട്ടിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ കാണുന്നത്. ആയിരക്കണക്കിന് കാറുകളാണ്, കാറുകളുടെ ഒരു ശ്മശാനം, കാറുകളുടെ ഒരു സെമിട്രി, അല്ലെങ്കിൽ കാറുകളുടെ ഒരു വലിയ ഫാക്ടറിയുടെ കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ. നൂറുകണക്കിന് ആയിരക്കണക്കിന് കാറുകൾ. അതിൻ്റെ ഇടയിൽ ഒരു ആർട്ട് വർക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മഴവില്ല് പകുതിക്ക് വെച്ച് ഒടിച്ചു കളഞ്ഞ പോലെ. അതാണോ അത് ഉദ്ദേശിച്ചതല്ലേ? ശരിക്കും മഴവില്ല് ഇങ്ങനെ റാ ഷേപ്പിൽ കാണാറുണ്ടല്ലോ നമ്മൾ. ആ റായുടെ ഒരു പകുതി ഒടിച്ചു വെച്ചതുപോലെ പല കളേഴ്സിൽ ഒരു ഹാഫ് റെയിൻബോ മാതിരി ഒരു ശില്പം. അതിൻ്റെ താഴെ ഇങ്ങനെ ആയിരക്കണക്കിന് കാറുകൾ. ഭയങ്കര ഭംഗിയുള്ള ഒരു ഷോട്ടാണ്. ഒരു രാജ്യത്ത് നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ രാജ്യത്ത് കാണാൻ പോകുന്ന വിഷ്വലുകളുടെ ഒരു സ്വഭാവം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വഴുതനങ്ങയുടെ ഒരു സിൽവറിൽ അല്ലെങ്കിൽ സ്റ്റീലിലൊരു വഴുതനങ്ങ ഇരിക്കുന്ന പോലെ ഒരു ശില്പം കണ്ടു. അപ്പം അത് മുഴുവൻ കാണില്ല. ഇടയിൽ ഈ കാർ പാർക്കിങ്ങിലേക്കൊക്കെ നടന്നു പോകാനുള്ള ഒരു കോറിഡോർ കം റൂഫായിട്ടുള്ളൊരു സാധനം അതിൻ്റെ മുമ്പിലുള്ളതുകൊണ്ട് അത് മുഴുവൻ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അതൊരു വഴുതനങ്ങയുടെ എന്തോ ഒരു ശില്പമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമായിരിക്കും അത്. വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരുടെ സൂപ്പുകളിലൊക്കെ ഇടുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീട് ഇതിൻ്റെ പുറത്തെത്തിയിട്ട് അത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഈ പാറകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മീതെ ഒരു എഗ്ഗാണത്. ഒരു മുട്ട പൊട്ടിയിട്ട് കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ഓപ്പൺ ആവുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജെറ്റ് പ്ലെയിനിൻ്റെ നോസിലാണ് പുറത്തേക്ക് വരുന്നത് നിൽക്കുന്നത്. അപ്പോൾ അതാണ് അപ്പുറത്തുനിന്ന് നമുക്ക് ഞെട്ട് പോലെ തോന്നിയത്. വഴുതനങ്ങയും ഞെട്ടുമാണെന്ന് തോന്നിയത് അതാണ്. ഒരു ജെറ്റ് പ്ലെയിൻ, അതൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ശില്പിയുടെ ശില്പമാണ്, സ്റ്റീലിൽ ഉണ്ടാക്കിയിട്ടുള്ള ശില്പമാണ്. അതായത് ഒരു മുട്ട വിരിഞ്ഞിട്ട് ഒരു ജെറ്റ് പ്ലെയിൻ പുറത്ത് വരുന്നു, ഒരു കോഴിമുട്ട വിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് പോലെ ഒരു സ്റ്റീലിൻ്റെ എഗ്ഗ് വിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജെറ്റ് പ്ലെയിൻ പുറത്ത് വരുന്നതാണ് അതിൻ്റെ. അങ്ങനെ മനോഹരമായിട്ടുള്ള രണ്ട് ശില്പങ്ങൾ, റെയിൻബോ, ഹാഫ് റെയിൻബോ ശില്പവും
അത് റെയിൻബോ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഊഹിക്കുന്നതാണ്, കണ്ടാൽ അങ്ങനെ തോന്നും. പിന്നെ ഈ സ്റ്റീൽ എഗ്, ജെറ്റിന് വിരിയിച്ച് പുറത്തേക്ക് എടുക്കുന്ന സ്റ്റീൽ എഗിൻ്റെ ആ ശില്പമൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വേണം. അപ്പോൾ റേക്ജവിക്കിൽ ഉള്ള ഹോട്ടലിൽ ചെന്നിട്ട് ലഗേജ് വെച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടണം. അപ്പോൾ അത് പറഞ്ഞിട്ട് അധികം ടൈം എടുക്കാൻ പാടില്ല, ചെക്ക് ഇൻ ചെല്ലുക, കീ മേടിക്കുക, ചെക്ക് ഇൻ ചെയ്യുക, റൂമിൽ പെട്ടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ ഡ്രസ്സ് മാറാം, സ്ലിപ്പേഴ്സ് ഇട്ടാൽ മതി. നമ്മളൊരു ബ്ലൂ ലഗൂണിലേക്കാണ് പോകുന്നത്. ആ ബ്ലൂ ലഗൂണിൽ പോയാൽ നിങ്ങളെല്ലാവരുടെയും ഏജ് കുറയും, 1 വർഷം വയസ്സ് കുറയും, നിങ്ങളൊക്കെ സുന്ദരിമാരും സുന്ദരന്മാരാവും എന്നൊക്കെയാണ് ഡെന്നിയുടെ ഓഫറുകൾ. അപ്പം സ്ലിപ്പേഴ്സ് ഇട്ടാൽ മതി, തണുപ്പുണ്ടാവും, അതുകൊണ്ട് ജാക്കറ്റ് എടുത്തോളൂ. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഈ ജാക്കറ്റും നിങ്ങളുടെ ബിലോങ്ങിങ്സും ഒക്കെ വയ്ക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ക്യാബിൻ നിങ്ങൾക്ക് കിട്ടും, ഒരു ലോക്കർ കിട്ടും. അപ്പോൾ അവിടെ ഈ പോകുമ്പോൾ അവിടെ ഒരു ലേക്കിലാണ് കുളിക്കാൻ പോകുന്നത്, ഈ ബ്ലൂ ലഗൂണിൽ. ആ ലഗൂണിലേക്ക് ഇറങ്ങാനുള്ള സ്വിമ്മിങ് ഡ്രസ്സ് നിങ്ങൾ കയ്യിൽ കരുതണം. കഴിയുന്നത്ര നീളം കുറഞ്ഞ സ്കിൻ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടാൽ അത്രയും ഭാഗം നിങ്ങളുടെ ആൻറ്റി ഏജിങ് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് റൂമിൽ കയറി ബാഗൊക്കെ വെച്ച് ഇടാനുള്ള ഡ്രസ്സ് ഒരു പ്ലാസ്റ്റിക് കവറിലെടുത്ത് തണുപ്പിനുള്ള ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയിൽ അതിലുള്ള മകൻ, അവൻ അവിടെ കുളിക്കാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവിടെ നിന്ന് തന്നെ ഇറങ്ങണത്. അവനെ ദൈവം രക്ഷിക്കട്ടെ, കാരണം നല്ല തണുപ്പുണ്ട്. അപ്പം അങ്ങനെ ഉണ്ണിയും ഒരു കളർഫുൾ ആയിട്ടുള്ള ഷോർട്ട്സും ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നിലവിളിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഗ്രിൻഡവിക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിയിലൊക്കെ ഈ ഇങ്ങനെ ബാരനായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങൾ, ചില സ്ഥലത്ത് പുല്ല് മുളച്ചിട്ടുണ്ട്. അത് നമ്മൾ പുല്ല് ആണെന്ന് വിചാരിച്ചു, പക്ഷെ അതിനെ അവർ വിളിക്കുന്നത് മോസ് എന്നാണ്. മോസ്, ആ പച്ച കളറിൽ ഇങ്ങനെ കാണുന്നു. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഐസ്ലൻഡ് ഒരുപാട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എറപ്ഷൻസ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഈ നമ്മൾ കാണുന്ന ഐസ്ലൻഡിലുള്ള മണ്ണ് മുഴുവൻ ലാവ ഉറച്ചുണ്ടായിട്ടുള്ളതാണ്. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ പച്ച കളറ് കാണുന്ന സ്ഥലങ്ങൾ ലാവ ഒരുപാട് വർഷം, 1000 വർഷം മുമ്പൊക്കെ പൊട്ടിയൊലിച്ച ലാവ ഉറച്ച അതിൻ്റെ മീതെയാണ് ഈ ലൈഫ് വരുന്നത്, ഈ മോസ് വരുന്നത്. കറുത്ത് കാണുന്നതൊക്കെ റീസെൻ്റ്ലി പൊട്ടിയിട്ടുള്ള ലാവ തണുത്തതാണ്. അതാണ് കറുത്ത് കിടക്കുന്നത്. അതിൻ്റെ മീതെ ലൈഫ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. No, this is old lava here. And you see the moss that covers the new lava. Now the old lava, sorry, that's the first vegetation to thrive on lava. And now, of course, you see the difference between the new lava and the old. It's just black, and it still has smoke coming out, so it's still hot. Very dangerous to walk on the lava then. The new lava, because you see, this was the road here to the Blue Lagoon before. And you see the berms here in front. They call it berms in English. This was made to protect the Blue Lagoon and the geothermal power plant. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് അത് കാണാം. അതിൻ്റെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഗ്രിൻഡവിക്കിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് നടക്കണം. ബ്ലൂ ലഗൂൺ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നാച്ചുറൽ സ്പായാണത്. ലഗൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇങ്ങനെ ഹൃദയം
തുള്ളിയിട്ട് വായക്കൂടെ പുറത്തേക്ക് ചാടും തോന്നും. അത്രയും മനോഹരമായ കാഴ്ചയാണ്. മിൽക്കി ബ്ലൂ കളറാണ് ആ വെള്ളത്തിന്, മിൽക്കി ബ്ലൂ കളറാണ്. ആ വെള്ളം കിടക്കുന്ന സ്ഥലം മുഴുവൻ ബ്ലാക്ക് റോക്സ് ആണ്. അത് ഈ ലാവ ഉറഞ്ഞുണ്ടായിട്ടുള്ളതാണ്, ബ്ലാക്ക് റോക്സ്. 1226 കാലഘട്ടങ്ങളിൽ ഒരു വലിയ വൾക്കാനോ വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ലാവ ഒഴുകി വന്ന് നിന്ന സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ലവണങ്ങളുള്ള ഹോട്ട് സ്പ്രിങ് ആണ് അവിടെ ഇപ്പോൾ ബ്ലൂ ലഗൂൺ എന്നുള്ള പേരിൽ ഉള്ളത്. ഇത് അവിടെ കിടന്നു. ഇതിൽ 37 മുതൽ 40 വരെ ഡിഗ്രി ചൂടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് ഒരു 7 ഡിഗ്രി 8 ഡിഗ്രി അന്തരീക്ഷോഷ്മാവിൽ നിന്ന് നമ്മൾ തണുത്ത് നിൽക്കുമ്പോൾ ഈ 37 ഡിഗ്രി ചൂടെന്ന് പറയുന്നത് ഒരു സ്വർഗമാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് റിച്ച് ഇൻ മിനറൽസ് ആണ്. അപ്പം ഇതിൽ കുളിച്ചാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും, ആൻറ്റി ഏജിങ്, നിങ്ങളുടെ ത്വക്കിൻ്റെ പ്രായം കുറയ്ക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അന്ന് മുതൽ ഈ 1226 ശേഷം, ഇതെല്ലാം തണുത്തതിന് ശേഷം ആളുകൾ എപ്പോഴും ഈ വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങി. ഇതിലത്തെ മഡൊക്കെ മുഖത്ത് തേക്കുന്നത് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ എപ്പോഴും അത് കണ്ടെത്തിയിട്ട് അവിടെ കുളി തുടങ്ങി. അങ്ങനെ ആ കുളി കുറേ കാലം ഇങ്ങനെ നടന്നു. അത് ഒന്നും ഓർഡറിലൊന്നും അല്ലാതെ അതങ്ങനെ നടന്നു. പിൽക്കാലത്ത് റീസെൻ്റ്ലി ഗവൺമെൻറ് കണ്ടെത്തി ഇതൊരു ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്ന് കണ്ടെത്തിയതിന് ശേഷം അതിനെ ഒരു സ്പാ ആയിട്ട്, ഒരു ടോട്ടലായ ഏരിയ ഒരു സ്പാ ആയിട്ട് കൺവെർട്ട് ചെയ്തു. ആ സ്പായിൽ അപ്പോൾ അത് ഒഫീഷ്യലി നമുക്ക് ടിക്കറ്റ് എടുക്കാം, കയറാം, നമുക്ക് വേണ്ട ബാത്ത് ടവല് അങ്ങനെയുള്ള സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും. ഈ പൂളിലേക്ക്, ലഗൂണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഗൂണിൻ്റെ ഉള്ളിൽ ചെറിയ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്ത് ഈ മഡ് നിങ്ങളുടെ കയ്യിൽ തരും. അപ്പോൾ നമ്മളത് അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അത് ഉണങ്ങുന്നത് വരെ തല വെള്ളത്തിൽ മുക്കാതെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു കോർണറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ കൗണ്ടർ ഉണ്ട്. അവിടെ എല്ലാ ആളുകൾക്കും ഒന്നുകിൽ ബിയർ അല്ലെങ്കിൽ വൈൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കഴിക്കാത്ത ആൾക്കാർക്ക് ലൈം സോഡ ഒക്കെ തരും. അപ്പോൾ നമ്മൾ ഈ ചൂട് വെള്ളത്തിലിരുന്നിട്ട്, കഴുത്തേരെ വെള്ളത്തിൽ നിന്നിട്ട് ഈ ബിയർ കഴിക്കേണ്ടവർക്ക് ബിയർ കഴിക്കാം, ലൈം സോഡ കഴിക്കേണ്ടവർക്ക് ലൈം സോഡ കഴിക്കാം, വൈൻ കഴിക്കേണ്ടവർക്ക് വൈൻ കഴിക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒരു വെള്ളം ഇവർ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. സ്റ്റോർ ചെയ്തിട്ട് 40 മണിക്കൂർ കഴിയുമ്പോൾ ഈ ആളുകൾ കുളിച്ച ഈ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മൊത്തം അവർ മാറ്റിയിട്ട്, അതാണ് നമ്മൾ പുറത്ത് നടന്നു വരുന്ന വഴിയിലൊക്കെ കണ്ടിരുന്നത്. ഈ കുളിച്ച ഈ വെള്ളം അങ്ങോട്ട് മാറ്റി പുതിയ വെള്ളം ഇതിലേക്ക് കടത്തി വിടും. അങ്ങനെ 40 മണിക്കൂർ തോറും ഈ വെള്ളം അവർ റീസൈക്കിൾ ചെയ്യാൻ തുടങ്ങി. പുതിയ വെള്ളം തന്നെയാണ്, അടിയിൽ നിന്ന് പുതിയ വെള്ളം വരുന്നത്. അത് തടഞ്ഞു വെച്ചിട്ട് ഈ ഉപയോഗിച്ച വെള്ളത്തിനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ വെള്ളം കയറ്റും. അങ്ങനെ എല്ലാ 40 മണിക്കൂറിലും ചെയ്യൂട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം വെള്ളത്തിൽ മുങ്ങി കിടന്നതിന് ശേഷം നിങ്ങൾ അകത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്റ്റീം റൂംസ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റീം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ദേഹം മുഴുവൻ വേർപ്പിച്ചതിന് ശേഷം വീണ്ടും ചിലർ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങും. അതിനപ്പുറത്ത് സോണാബാത്തിൻ്റെ സ്ഥലമുണ്ട്. അതിൻ്റെ സൈഡ് മുഴുവൻ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പുറത്ത് ഈ പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാം. അതിൻ്റെ ഉള്ളിലിരുന്ന് നന്നായി വെട്ടി വേർത്തതിന് ശേഷം വീണ്ടും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ നിങ്ങളുടെ യാത്രാക്ഷീണവും നിങ്ങളുടെ അതുവരെയുള്ള നിങ്ങളുടെ സ്കിന്നിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വെയിലൊക്കെ നേരിട്ട് സണ്ണ് കൊണ്ടിട്ടൊക്കെ ഉള്ള ക്ഷീണമൊക്കെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കും. ഈ പൂളിലേക്ക് നടക്കുന്ന ഒരു വഴി, അതൊരു 10-500 മീറ്റർ ദൂരമുണ്ട്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു വിഷ്വൽ ഫീസ്റ്റാണ്. ആ കളർ കോമ്പിനേഷനാണ്, എന്താണ് മിൽക്കി ബ്ലൂ, അതാണ് കറക്റ്റ് വേർഡ്. മിൽക്കി ബ്ലൂ കളറിൽ വെള്ളം, കറുപ്പ് പാറകളിൽ ആണ് തങ്ങി നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ നീരാവി ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വർഗത്തിലെ
തടാകത്തിലേക്ക് പോകുന്ന പോലെ തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ഈ ക്ലൈമറ്റും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന അവാച്യമായിട്ടുള്ള അനുഭൂതി ഒരു റയർ എക്സ്പീരിയൻസാണ്.